ഹായ്, എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്ന് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ രാവിലെ തന്നെ കോംപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. 2 ദിവസവും കോംപ്ലിമെൻ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ ആണെന്ന്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. 5th ഫ്ലോറിലാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ ആദ്യം ഇവിടെ വെച്ചിരിക്കുന്നത് ഷുഗറും സോൾട്ടും, പിന്നെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചാറ്റ് മസാലയാണോ അതോ മുളക് പൊടിയാണോ എന്താണെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ബ്രെഡും ബട്ടറും പിന്നെ ജാമുമാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രെഡും ബട്ടറൊന്നും ഞാൻ കഴിക്കാറില്ല. എനിക്ക് രാവിലെ നമ്മുടെ സാധാ കാപ്പി, അതായത് ദോശ, ഇഡ്ഡലി അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇഷ്ടം. ഇത് മിൽക്ക് ഷേക്ക് പോലൊരു ഐറ്റമാണ്. ജ്യൂസിന് പകരമൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇത് തൈര്, രാവിലെ തൈര് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ഇവർ കഴിക്കുമായിരിക്കും ചിലപ്പോൾ. ഇത് ചട്നി, വെള്ള ചട്നി, പിന്നെ ഇഡ്ഡലി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. പിന്നെ ഇത് സാമ്പാർ, നല്ല ചൂട് സാമ്പാർ. ഇവരുടെ സാമ്പാറിനൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഇത് ആദ്യം ഞാൻ കരുതി പ്ലെയിൻ ദോശ മാത്രമായിരിക്കുമെന്ന്. അത് പക്ഷേ മസാല ദോശയാണിത്. ഇത് റൊട്ടിയോ അങ്ങനെ എന്തോ സംഭവം. ഏറ്റവും ലാസ്റ്റ് പിന്നെ ഓംലെറ്റ് വെച്ചിട്ടുണ്ട്. ഓംലെറ്റ് ഒരു 2-3 ഉണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ച് തീർന്നു. ഞാനിപ്പോൾ 10 മണിക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. 10-10:30 ആയി. അപ്പം ഞാൻ ആദ്യം ഇഡ്ഡലി ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു ഇഡ്ഡലി എടുത്തു. പിന്നെ കഴിച്ചിട്ട് കൊള്ളാമെങ്കിൽ മാത്രം പിന്നെ കൂടുതൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെയാണ് ഞാൻ കണ്ടത് ഇത് മസാല ദോശയായിരുന്നു. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മസാല ദോശ എടുത്തു. ഇനി കറിയായിട്ട് നേരത്തെ കണ്ട ചമ്മന്തിയുണ്ട്, പിന്നെ സാമ്പാറും ഉണ്ട്. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും നമ്മൾ നേരത്തെ കണ്ട ചട്നിയും പിന്നെ സാമ്പാറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സാമ്പാർ എടുക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ ഞാൻ നോക്കിയപ്പോഴത്തേക്കും പരിപ്പൊക്കെ അടിയിൽ സെറ്റിലായി കിടക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ നമ്മളെ കേരളത്തിലെ സാമ്പാർ പോലെ അത്ര ടേസ്റ്റില്ല. ഇവരുടെ സാമ്പാറിന് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. പിന്നെ കുറച്ചുകൂടെ വെള്ളവും ഉണ്ട്. ഒഴിച്ചാൽ എവിടെയൊന്നും നിൽക്കില്ല. അങ്ങനെ അത് കണ്ട ഒഴുകി പോകണണ്ട. ഞാൻ വെച്ചാൽ പാത്രത്തിൽ നിന്ന് കവിഞ്ഞങ്ങ് പോവുമായിരിക്കും ഒന്ന്. ഓക്കെ, എന്നാലും ടേസ്റ്റ് ഉണ്ട്. അത്ര പെർഫെക്റ്റ് ടേസ്റ്റ് ഒന്നും അല്ല, കൊള്ളാം, അത്ര തന്നെ. പിന്നെ ഇനി എടുക്കാൻ പോകുന്നത് ചമ്മന്തി. വെള്ള ചമ്മന്തി മാത്രമേ ഉള്ളൂ. അതും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരുന്നു. എന്തൊക്കെ പ്രത്യേകതയുണ്ട്. ഇഞ്ചി എന്തോ കൂടുതലിടുമോ അങ്ങനെ എന്തോ ആണ്. ഇഞ്ചി ഇടുമോ? എന്തോ ഞാൻ എടുത്തപ്പോഴത്തേക്കും എവിടെ ഒരു തുള്ളി വീണു കേട്ടോ. പിന്നെ ഞാൻ പാത്രം കയ്യിലെടുത്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. ആ വെള്ള ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തോ ഒരു വെറൈറ്റി ഉണ്ട്. അതെന്ത് ഇൻഗ്രീഡിയൻറ്റ് ഇട്ടതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മളിപ്പോൾ സാധാരണ ഇവിടെ കേരളത്തിലൊക്കെ കഴിക്കുന്ന ചട്നിയേക്കാളും കുറച്ചുകൂടെ അതും ടേസ്റ്റാണ്. ഇതിലും എന്തോ ടേസ്റ്റ് പ്രത്യേകതയുണ്ട്. അതേത് ഇൻഗ്രീഡിയൻ്റ് ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇഞ്ചിയോ അല്ലെ പുതിനയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത് ആദ്യം കഴിക്കാനായിട്ട്. പിന്നെ ഈ ഒരു മിൽക്ക് ഷേക്ക് എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം അവിടെ നിന്ന് ആളോട് ചോദിച്ചു, ഇത് ഷാർജ വല്ലതും ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പേര് പറഞ്ഞില്ല. പാലും പഴവും പഞ്ചസാരയും മാത്രമാണെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും അത് ഷാർജയോ മിൽക്ക് ഷേക്ക് പോലെ ആയില്ലേ. അപ്പോൾ ഒന്ന് കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കുടിച്ചപ്പോഴത്തേക്കും കൊള്ളാം, നല്ല ടേസ്റ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കിയപ്പോഴത്തേക്കും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൽ ആഡ് ചെയ്തിരിക്കുന്ന പഴത്തിൻ്റെ ഒരു ചവർപ്പുണ്ട് ചെറുതായിട്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഗ്ലാസ് നിറയെ എടുത്തു. എന്നിട്ടിനി നേരെ കഴിക്കാൻ പോവാണ്. അപ്പോൾ കോഫിയും ചായയൊക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് തന്നെ അത് തയ്യാറാക്കി തരും. അതൊക്കെ കോംപ്ലിമെൻ്റ് തന്നെയാണ്. ആദ്യം ഞാൻ ഇഡ്ഡലി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ചമ്മന്തിയും സാമ്പാറൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത് മസാല ദോശയാണ്. പാല് കൊള്ളാം. കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കോഫി കിട്ടി. ഇത് ഫിൽറ്റർ കോഫിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ റൂമിൽ പോയി. പിന്നെ വൈകിട്ടാണ് നമ്മൾ ജസ്റ്റ് കറങ്ങാനൊക്കെ ഒന്ന് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾ വന്നത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ദോശ കഴിച്ചു. വളരെ ബോറായിരുന്നു, ഒട്ടും ടേസ്റ്റ് ഇല്ല. പ്ലെയിൻ ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കട്ടിയുമാണ്. ഈ ചമ്മന്തിക്കും സാമ്പാറിനും ഒന്നും ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ. എന്നാലും പിന്നെ ഓർഡർ ചെയ്തതിൻ്റെ പേരിൽ, വിശപ്പുള്ളതിൻ്റെ പേരിലും കഴിച്ചതിന് ശേഷം നമ്മൾ ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് കംപ്ലീറ്റ് ഒന്ന് കറങ്ങാൻ പോയി. പക്ഷേ നമുക്ക് എല്ലായിടവും ഒന്നും കറങ്ങാൻ പറ്റിയില്ല. ഒരു സ്ട്രീറ്റ് മാത്രമാണ് നമ്മൾ ചുറ്റിക്കറങ്ങി കണ്ടത്. അവിടെ തന്നെ എൻ്റെ ദൈവമേ നിറച്ച് തുണികളും പിന്നെ ഫാൻസി ഐറ്റംസും വളകൾ, കമ്മൽ, അങ്ങനെ പെൺകുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഈ ഒരു സ്ട്രീറ്റിൽ തന്നെ ഉണ്ട്. ഒരുപാട് നല്ല നല്ല അടിപൊളി ഷോപ്പുകളാണ്. ചുരിദാറിനും മോഡേൺ ഡ്രസ്സിനും വെസ്റ്റേൺ ഡ്രസ്സിനും കമ്മൽ, മാല, അങ്ങനെയുള്ള എന്തും നമുക്കവിടെ കിട്ടും. ഒരുപാട് ഷോപ്പുണ്ട്. എവിടെ കയറണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. ഞാനിങ്ങനെ റൂമിലിരുന്നപ്പോഴത്തേക്കും ബാംഗ്ലൂരിലെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്കും വളരെ ലാഭമാണെന്നൊക്കെയാണ് കുറേ കേട്ടത്. പക്ഷേ
ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാം ഭയങ്കര ലോ റേറ്റ് അങ്ങനെയൊന്നുമല്ല, അത്യാവശ്യം എക്സ്പെൻസീവൊക്കെ തന്നെയാണ്. ചിലതൊക്കെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നും, എന്നാൽ ഏറ്റവും കൂടുതലായിട്ടും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഷെറട്ടോണിൽ പോയി. ഷെറട്ടോണിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ കാണാനായിട്ട് പോയതാണ് കേട്ടോ. അവിടുത്തെ റിസപ്ഷൻ തന്നെ കാണാനായിട്ട് നല്ല അടിപൊളിയാണ്. ഈ ക്യാമറയിലൊക്കെ കാണുന്നത് പോലെയല്ല, നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭയങ്കര അട്രാക്ഷനാണ്. എല്ലാ ലൈറ്റ്സൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ ഭംഗിയാണ്. പിന്നെ നേരെ കാണുന്നതാണ് അവരുടെ റെസ്റ്റോറൻറ്റ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ബാറാണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ജസ്റ്റ് കണ്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. ഇതിനകത്ത് ദോ അങ്ങറ്റമായിട്ട് കണ്ട ആൽക്കഹോൾസ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ട്. കുപ്പിയാണ് ദോ ആ കാണുന്ന അങ്ങറ്റം. ഇതെല്ലാം ഫസ്റ്റ് ഫ്ലോറിലുള്ളതാണ്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ എല്ലാം അവർ നല്ല അടിപൊളിയാക്കി സെറ്റാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കേക്ക് ഐറ്റംസ്, ഡെസേർട്ട്സ്, പിസ്സ, പാസ്ത, വെജിറ്റേറിയൻ ഫുഡ്, നോൺ വെജിറ്റേറിയൻ ഫുഡ്, പിന്നെ ഫ്രൂട്ട്സ്, ജ്യൂസസ്, കോഫി, ബിവറേജസ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് ഇതൊക്കെ എല്ലാം എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ല. എല്ലാം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് പോവാണ്. ഇതൊക്കെ ഈ സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന എന്തൊക്കെയോ ഡിഷസാണ്, എൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ഇത് പിസ്സ കോർണറാണ്. ഇവിടെ നമുക്ക് പിസ്സ ഓർഡർ ചെയ്യാം. ആരൊക്കെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് എന്തൊക്കെ വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയും കുറച്ച് ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതിൽ വൈനും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഹോട്ട് ഐറ്റംസൊക്കെ അങ്ങനെ എന്തൊക്കെയാണ്. പിന്നെ ഇവിടെ സൂപ്പിൻ്റെ സെക്ഷനാണ്. കുറേ ഉണ്ട് കേട്ടോ. ഇത് മൊത്തം ചുറ്റിക്കറങ്ങി കാണാനുണ്ട് ഇഷ്ടം പോലെ. ഇതൊക്കെ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഈ ഡിഷ് ഇതിൻ്റെ പേരൊക്കെ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇത് 4 ബിസ്ക്കറ്റ് അറ്റത്തൊക്കെ വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടാ. ഭയങ്കര ലാവിഷായിട്ടുള്ള ഫുഡാണ്. എനിക്കൊന്ന് 5 സ്റ്റാറോ ഇനി 10 സ്റ്റാറോ വല്ലതും ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഇവരുടെ റെസ്റ്റോറൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബൊഫയൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സലാഡ് ഒക്കെ ആണെന്ന് തോന്നി ഈ ഐറ്റംസൊക്കെ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്തോ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ് സംഭവം. ഇതെല്ലാം സലാഡ് ഐറ്റംസ്. പിന്നെ ബർഗറിൻ്റെ എന്തൊക്കെയോ കോമ്പിനേഷൻസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ അവർ പ്രിപ്പയർ ചെയ്ത് തരും. ഇതെന്താണ്? ഇവിടെ ഇത് ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്കും ഈ സംഭവങ്ങളൊക്കെ ഐസിൽ വെച്ചിരിക്കുന്നത്. അത് ചൂട് പോവാൻ വേണ്ടിയാണ്, അത് ഇല്ലാതായി പോകാതിരിക്കാൻ വേണ്ടിയാണ്. സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഷെറട്ടോണിൻ്റെ ഫസ്റ്റ് ഫ്ലോർ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു വെറൈറ്റി കളർ കാർ കേട്ടോ. ഈ കളറല്ല നേരിട്ട് കാണാനായിട്ട്, വേറെ പച്ചയാണ്, കുറച്ചുകൂടെ നല്ല അട്രാക്ഷനുണ്ട്. ഈ കാറിൻ്റെ പേരെനിക്ക് പറഞ്ഞു തന്നതിന്, പക്ഷേ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. ഇത് പോർഷ പനമേറയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ആയിരിക്കില്ല കേട്ടോ, ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ പബ്ബിൽ പോയി കേട്ടോ. പബ്ബ് പൂട്ടാറായപ്പോഴാണ് പോയത്. ഞാനവിടെ പോയിട്ട് ഒരു റൈസ് വാങ്ങി. എനിക്ക് നല്ല വിശന്ന് ഒരു വെജ് ഫ്രൈഡ് റൈസ് വാങ്ങി. അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. സമയം പോയെന്ന് പറഞ്ഞില്ല, മണി 12:30 ആയി. പിന്നെ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല, കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഊബർ അല്ലാത്ത സാധാ ഓട്ടോ ഇല്ല, അതിൽ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയാണ് ഇന്നത്തെ ഡേ സ്പെൻഡ് ചെയ്ത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.